രേണു രേണു ആ ഇന്നെന്താ നേരത്തെ ഇറങ്ങാനുള്ള ടൈം ആയില്ലല്ലോ. ശേഖർ വിളിച്ചിരുന്നു ഇപ്പോ. ഇന്നാളെ ഒരു അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ഉള്ളതാ. പ്ലാൻ ഷീറ്റ് എന്റെ കയ്യിൽ ഇരിക്കുക. ഇന്നലെ ഞാനത് അവന്റെ കയ്യിൽ കൊടുക്കാനും വിട്ടുപോയി. ഓ അതാണോ? എങ്കിൽ നിക്ക് പോവല്ലേ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, കഴിച്ചിട്ട് പോയാ മതി. ഏയ് വേണ്ടടോ, എടുക്കണ്ട. ഇനിയിപ്പോ ടൈമില്ല കഴിക്കാൻ. ഏയ് പറ്റില്ല, ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഞാൻ ഇപ്പൊ ഫുഡ് എടുക്കാം. ഒന്നാമത് നിങ്ങൾക്ക് ഷുഗർ ഉള്ളതാ, അതിന്റെ കൂടെ ഷുഗർ ലോ ആയിട്ട് വേണം. ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ ഇപ്പൊ എടുക്കാം. ഓ ഞാനത് പുറത്തുനിന്ന് വല്ലതും കഴിച്ചോളാം. നീ ഇപ്പൊ ആ കാറിന്റെ കീ ഇങ്ങോട്ട് എടുത്തേ. വിശ്വേട്ടനല്ലേ ആള്, കഴിച്ചാ മതി. അല്ല രേണു, മോളെവിടെ? റൂമിലുണ്ട്, ഇതുവരെ താഴേക്ക് വന്നില്ല. അയ്യോ, നിങ്ങൾ ഇങ്ങനെ പോയി അവളെ കോളേജിലേക്ക് ആക്കും? ഇന്ന് അവൾക്ക് എക്സാം ഉള്ളതാ. നീ ഇന്ന് ജിത്തുവിനോട് വാ, അവൻ ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ. ആ നല്ല ആളോടാ. അതിനേക്കാൾ ഭേദം അവള് നടന്നു പോകുന്നതാ. അവൻ ആ കട്ടിലേന്ന് പോലും പൊങ്ങി കാണില്ല. ഇന്നൊരു ദിവസത്തേക്കല്ലേ. ഇന്ന് അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ അവനോട്. ആ അത് ഞാൻ എന്തായാലും ചെയ്തോളാം. നിങ്ങൾ സമയം കളയാതെ പോവാൻ നോക്ക്. ആ ഓക്കെ. അമ്മ, അമ്മ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്ക് അറിയാലോ പെണ്ണെ. പിന്നെ എന്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? വെറുതെ ഒരു രസം. ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, രസക്കാരി വന്ന് കഴിക്ക്. ഓക്കേ. അമ്മ, ഇന്നത്തെ സാമ്പാറിന് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടോന്നൊരു ഡൗട്ട്. ഞാൻ കേട്ടില്ല. അല്ല, ഇന്നത്തെ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റ് എന്ന് പറയായിരുന്നു അമ്മ. മോള് വേഗം കഴിച്ചിട്ട് കോളേജിൽ പോവാൻ നോക്ക്. ഓ റാണി, ഉത്തരവ് പോലെ. ഇന്നുകൊണ്ട് നിന്റെ എക്സാം എല്ലാം തീരില്ലേ? ആ ഇന്നും കൂടി ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ. എങ്കിൽ ശരി അമ്മ, ഞാൻ ഇറങ്ങുവാണേ. അല്ല അച്ഛൻ എവിടെ? അയ്യോ, ഞാനത് പറയാൻ വിട്ടുപോയി. അച്ഛൻ്റെ രാവിലെ ഒരു അത്യാവശ്യം വന്ന് നേരത്തെ ഓഫീസിൽ പോയടാ. ഷേ, അപ്പൊ ഞാൻ എങ്ങനെ പോകും അമ്മ? 9:30 എനിക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഇനി ബസ്സിൽ പോയാൽ പറ്റില്ല. മോള് ചെന്ന് ജിത്തുവിനെ വിളിക്ക, ഇന്ന് അവൻ കൊണ്ടാക്കും. അതിന് ജിത്തുവിടെ എണീറ്റോ? ഇനിയിപ്പോ ഞാൻ വിളിക്കാൻ പോയാൽ അവൻ എന്നെ ഓട്ടിക്കും. അവൻ നിന്നെ ഒന്നും ചെയ്യൂല. നീ ചെന്ന് വിളിച്ചാ മതി അവനെ. പോ ചെല്ലേ. എങ്കിൽ പിന്നെ അമ്മ വിളിച്ചാ പോരെ. ഇവളിത്, നീ അങ്ങോട്ട് ചെന്ന് വിളിച്ചേ, അവ എണീറ്റോളൂ. ആ ഓക്കെ. ജിത്തുവേട്ടാ എണീറ്റ് ഒന്ന്. ജിത്തുവേട്ടാ എണീക്ക്. എന്താടി? എന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തേ. ജിത്തുവേട്ടാ എന്താണ്? ഒന്ന് എണീക്ക്, എനിക്ക് പോണം. പെണ്ണെ, നിനക്ക് എന്താണ്? നീ എന്നും അച്ഛന്റെ കൂടെയല്ലേ പോകുന്നേ? പിന്നെ ഇന്നെന്താ നിനക്ക് ഇത്ര പ്രത്യേകത? അച്ഛൻ ഇന്ന് നേരത്തെ ഓഫീസിൽ പോയി, അതുകൊണ്ടല്ലേ നിന്റെ കാര്യം പിടിക്കുന്നേ. വല്ല ബസ്സിലും കയറി പോടി. അതിനൊന്നും ഇനി ടൈം ഇല്ല, എക്സാം. ജിത്തുവേട്ടാ ഒന്ന് എണീക്ക് പ്ലീസ്. എങ്കി നിനക്ക് നേരത്തെ പൊക്കിവിടായിരുന്നോ? അച്ഛൻ നേരത്തെ പോണോന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്ന് എണീക്ക് പ്ലീസ്. ഓ ഇവള്, നീ കഴിഞ്ഞ ജന്മത്തിൽ എന്റെ ശത്രുവായിരുന്നടി. മാറങ്ങോട്ടെ. അച്ചോടാ, പെട്ടെന്ന് വരണേ, ഞാൻ താഴെ കാണാം. കൃതി. ഓ വന്നോ എന്റെ പൊന്നാങ്ങളാ? വാ വാ, പോവാം. സോപ്പിടല്ലേ, ഇറങ്ങങ്ങോട്ട്. അമ്മ, ഞങ്ങൾ ഇറങ്ങുവാണേ. ആ പോലെ നിക്ക്. മോനെ ജിത്തു, പോയി വരാം. ഇത് കൂടെ വാങ്ങിക്കൊണ്ട് വരണേടാ. എല്ലാം ഈ ലിസ്റ്റിലുണ്ടേ. അയ്യ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതെന്ത് നിന്നെ കൊണ്ട് പറ്റാത്ത? നീ എന്തായാലും ജംഗ്ഷനിൽ കൂടെ തിരിച്ചു വരുന്നേ. പിന്നെ നിനക്ക് കയറി വാങ്ങിയാ പോരെ. എങ്കി പിന്നെ ഇവളെ കൊടുക്ക്. ഇവള് കോളേജ് കഴിഞ്ഞ് അത് വഴിയല്ലേ വരുന്നേ, അവള് വാങ്ങിക്കോളും. അവള് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ലേറ്റ് ആവില്ലേടാ. ഇതാവുമ്പോ നിനക്ക് ഈ പോക്കിനങ്ങ് പോയി വാങ്ങിക്കൊണ്ട് വരാലോ. എന്റെ പൊന്നു മോനല്ലേ, ചെല്ലേ. ഓ ഇവര് സമ്മതിക്കത്തില്ല. എനിക്കറിയാം നീ വാങ്ങിക്കോന്ന്. നീ അമ്മയുടെ ചക്കരയല്ലേടാ. അമ്മയുടെ ചക്കര വാ. അമ്മേ
ഞങ്ങൾ ഇറങ്ങുവാണേ. ആ ശരി ശരി, പോയിട്ട് വാ. ജിത്തു മറക്കല്ലേ. ആ ഓക്കെ. ഇവളെന്താ അവിടെ നിക്കുന്നേ? ഇനി എന്നെ വെയിറ്റ് ചെയ്ത് നിക്കുന്നതാണോ? ഡീ, നീ എന്തോ ആലോചിച്ചോണ്ട് നിക്കുവാ? താമസിച്ചെന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ പോടി. ഇപ്പൊ മനസ്സിലായി അവളെന്തിനാ അവിടെ നിക്കുന്നേ. ആ ഞാൻ പൊക്കോളാം. ജിത്തോട്ടും പോകുന്നില്ലേ? ആ ആ പോകുക. ആഹാ, ഗൗരിയല്ലേ നിക്കുന്നേ? അതേലോ. എന്തായാലും കണ്ടല്ലേ, ഒന്ന് സംസാരിച്ചിട്ട് പോവാല്ലേ? അയ്യടാ, എന്താ ആക്ടിങ്? എനിക്കൊന്നും മനസ്സിലാവില്ലാന്ന് വിചാരിക്കണ്ടേ. സത്യം പറയടാ, നീ പറഞ്ഞിട്ടല്ലേ അവളോട് നിൽക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല അവളോട്. മതി കിടന്നുരുണ്ടത്. നിന്റെയൊക്കെ ചുറ്റിക്കളി എനിക്ക് പണ്ടേ അറിയാവുന്നതല്ലേ, എന്നിട്ടാ ഷോറക്കുന്നേ, അത് എന്നോട്. മനസ്സിലായല്ലേ? ആ മനസ്സിലായി. ആ നീ വന്നോ? ഇന്ന് ജിത്തോട്ടനാണോ കൊണ്ടാക്കിയേ? അറിയില്ലേ നിനക്ക്? ഇപ്പൊ ഒരു ഡ്രാമ കഴിഞ്ഞതേ ഉള്ളൂ, അതിന്റെ ബാക്കിയായിട്ട് ഇനി നീ തുടങ്ങണ്ട. അതെ, എല്ലാം മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ നിക്കുന്നേ? കേറി പൊക്കൂടെ? ഓഹോ, ഇപ്പൊ അങ്ങനെയായല്ലേ? നിങ്ങൾ എന്തോ കാണിക്കേ, ഞാൻ പോകുക. ആ ഇപ്പോഴേലും തോന്നിയല്ലോ അത്. ചെല്ലെ ചെല്ലെ. ഡീഡി, വൈകുന്നേരം വിളിക്കാൻ വരണോ? ഷേ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായാലോ. എന്നെ ആരും വിളിക്കാൻ വരണ്ട, വേണാലും അവളെ വിളിച്ചോണ്ട് പൊയ്ക്കോ. ജിത്തു ഏട്ടാ, എന്തിനാ അങ്ങനെ പറഞ്ഞേ? അവൾക്ക് ഫീൽ ആയി കാണില്ലേ? എന്ത് ഫീല്? ഇതൊക്കെ ഒരു രസമല്ലേ, അത് അവൾക്കും അറിയാം. അതൊക്കെ പോട്ടെ. ഇന്നലെ നൈറ്റ് വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? അത് ഇന്നലെ അമ്മയുടെ തറവാട്ടിൽ നിന്ന് എല്ലാരും വീട്ടിലേക്ക് വന്നായിരുന്നു, അപ്പൊ ഞാൻ ഫോൺ സൈലന്റ് ആക്കി വെച്ചു, അതാ. ആണോ? എന്നിട്ട് എല്ലാരും പോയോ? ആ ഇന്ന് രാവിലെ എല്ലാരും പോയേ. ആ എങ്കിൽ നീ ചെല്ലേ, എക്സാം തുടങ്ങാറായില്ലേ, ഞാൻ രാത്രി വിളിക്കാം. ഓക്കേ, ബൈ ജിത്തോട്ടാ. ഹലോ. ഹലോ, എന്താണ് മാഡം? ഇതെന്താ ഇന്ന് നീ ഈ ടൈമിൽ വിളിക്കുന്നേ? ഓ, അപ്പൊ എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ടൈമൊക്കെ ഉണ്ടോ? ഒന്ന് പോടാ, നിനക്കിന്ന് പോകണ്ടായിരുന്നോ? ഞാൻ വർക്കിലായിപ്പോ. ഇന്നലെ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു, അതാ അമ്മയെ വിളിക്കാൻ പറ്റാഞ്ഞെ. ഇന്നലെ എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷങ്ങൾ? പറ, കേക്കട്ടെ. പ്രത്യേകിച്ച് എന്താ, അച്ഛൻ രാവിലെ ഓഫീസിൽ പോകുന്നു, കൃതിമോള് പഠിക്കാൻ പോകുന്നു, ജിത്തു ഏത് നേരവും ഉറങ്ങുന്നു, ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു. ദിവസവും ഇങ്ങനെ റിപ്പീറ്റ് തന്നെയല്ലോ. നിനക്ക് പിന്നെ അച്ഛനെ അമ്മയും കാണണമെന്നൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ അമ്മ അച്ഛനെ എത്ര നാളെ കണ്ടിട്ട് ഒന്നവരെ പോയി കാണാം. അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല നിനക്ക്. തുടങ്ങി അമ്മ. ഞാൻ ജോലി കയറിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ ഇത്ര പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് വരുന്നേ? നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? അതെന്താ, അവര് ലീവ് തരില്ലേ? എത്ര നാളായി മോനെ നിന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്. അതിനെന്താ അമ്മ, ഞാൻ എന്ന് രാത്രി വീഡിയോ കോൾ ചെയ്യുന്നില്ലേ? അതിൽ കാണുന്ന പോലെയാണോ നേരിട്ട് കാണുന്നേ? അല്ലേലും നിനക്കിപ്പോ ഞങ്ങളെന്ന് കാണണ്ടല്ലോ. പറഞ്ഞ് അവസാനം ഇതിൽ തന്നെ വന്നെത്തുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു. കേട്ട് കേട്ട് മടുത്തമ്മ, ഒന്ന് മാറ്റിപ്പിടി. ഓ, ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. നിനക്ക് നിന്റെ അച്ഛനെ അമ്മയെ കാണണമെങ്കിൽ നീ വാ. പിന്നെന്താ, അച്ഛൻ ഇനി നൈറ്റ് ആവും വരാൻ. ജിത്തു ആണെ ഇനി എപ്പോ കയറി വരുമെന്ന് അവനും ദൈവത്തിന് മാത്രം അറിയാവൂ. കൃതിമോൾ എത്താറായി. ജിത്തുവിനൊരു മാറ്റമില്ലല്ലേ? അമ്മ ഫുഡ് കഴിച്ചായിരുന്നോ? ആടാ, അമ്മ കഴിച്ചു. അമ്മ, ആഹാ എത്തിയല്ലോ. ആരാ അമ്മ? അത് കൃതിയാ, അവള് ക്ലാസ് കഴിഞ്ഞെത്തി. അബിയാ മോളെ. അബിയേട്ടൻ? ആ അമ്മേ, ഞാൻ റൂമിലേക്ക് പോകുവാണേ. ആ മോള് പോയി ഫ്രഷ് ആയിട്ട് വാ. ആ നീ പറ, വല്ലതും കഴിച്ചായിരുന്നോ? ഫുഡൊന്നും സ്കിപ്പ് ചെയ്യാതെ കഴിക്കണേ അബി. രേണു? ആ ഇതാരാ? ലതേച്ചിയോ? വാ കേറിയിരിക്ക്. അല്ല, വിശ്വേട്ടനെവിടെ?
ഏട്ടൻ പുറത്തു പോയേക്കുവാ. അല്ല ലതേച്ചി ഒറ്റയ്ക്കേ ഉള്ളോ? ആ രേണു, ചേട്ടന് നല്ല തിരക്കാ, അതാ ഞാനിങ്ങ് വന്നേക്കാന്ന് വിചാരിച്ചെ. അതിനു മാത്രം എന്ത് തിരക്കാ അവിടെ? ഇപ്പൊ മൊത്തം തിരക്കാ അവിടെ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നെ. അതെന്താ? മോന്റെ മാരേജാ നെക്സ്റ്റ് മന്ത് 25th. ആഹാ, നല്ല വിശേഷാണല്ലോ. ആട്ടെ, കുട്ടി എവിടെന്നാ? കുട്ടി കുറച്ച് ദൂരെന്നാ. അതിനിപ്പോ പ്രശ്നമില്ല, നല്ല ഫാമിലിയാ. അത് മാത്രല്ല കുട്ടിക്ക് നല്ല ജോലിയുണ്ട്, അവനും ഇപ്പൊ ജോലി ആയല്ലോ, പിന്നെന്തിനാ വെറുതെ വച്ച് താമസിപ്പിക്കുന്നേ. അത് ശരിയാ, ഇപ്പൊ എല്ലാരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ ശ്രമിക്കും. ആ അതാ. അല്ല, അബി അവന്റെ കൂടെ പഠിച്ചതല്ലേ? പിന്നെ അല്ലാതെ, അവര് സ്കൂളിലൊക്കെ ഒന്നിച്ചു പഠിച്ചതല്ലേ. ആ, അവ ഇപ്പൊ കാനഡയിലല്ലേ? വർക്ക് ചെയ്യുവാണോ അതോ പഠിക്കുവാണോ? അവ അവിടെ വർക്ക് ചെയ്യുക. ആണോ? അപ്പൊ പിന്നെ അവന്റെ മാരേജ് കൂടി നോക്കാത്ത എന്താ? നോക്കണം, അവൻ നാട്ടിലെത്തട്ടെ. ഇതാരാ രേണു? നിന്റെ അനിയത്തിയുടെ മോളാണോ? ഇത് അവളല്ല, ഇത് വിശ്വേട്ടന്റെ ഫ്രണ്ട് ജയദീപേട്ടന്റെ മോളാ, കൃതി. അതാരാ? മോളെ കൃതി, ആന്റിക്ക് കുടിക്കാൻ വല്ലതും എടുക്കേ. ആ അമ്മേ, ഇപ്പൊ എടുക്കാം. അമ്മയോ? അതാരാ രേണു? ഞാൻ പറഞ്ഞില്ലേ, അത് വിശ്വേട്ടന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ജയദീപേട്ടന്റെ മോളാ. അതിനെന്തിനാ കുട്ടി ഇവിടെ നിക്കുന്നേ? നിന്നെ എന്തിനാ അമ്മാന്ന് വിളിക്കുന്നേ? വിശ്വേട്ടന്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് ജയദീപേട്ടൻ. 5 വർഷം മുന്നേ ജയദീപേട്ടന്റെ വൈഫിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെ അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. അവരുടെ ലവ് മാരേജ് ആയിരുന്നു. വീട്ടുകാരുടെ സമ്മതമെല്ലാം നടന്ന് വിവാഹമായതുകൊണ്ട് തന്നെ മരണശേഷം കൃതി ഒറ്റയ്ക്കായി. കുട്ടിക്കാലം തൊട്ട് കാണാൻ തുടങ്ങിയതല്ലേ, ഞങ്ങളുടെ മോളെ പോലെ തന്നെ അവളും. ഒറ്റയ്ക്കായപ്പോ എന്തോ വിട്ടുകളയാൻ തോന്നിയില്ല, ഞങ്ങളിങ്ങ് കൊണ്ടുവന്നു. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ആ കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തിനാ? ലതേച്ചി, ഇതെന്താ ഈ പറഞ്ഞു വരുന്നത്? അല്ല രേണു, വല്ല ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചാ പോരായിരുന്നോ? അതെന്തിനാ ഇവിടെ ഒരു വീടുണ്ടായിട്ട് അവളെ ഹോസ്റ്റലിൽ നിർത്തുന്നേ? അത് മാത്രല്ലോ രേണു, പെൺകുട്ടിയല്ലേ, ഇനി ഇതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണ്ടേ? ഞങ്ങൾക്കൊരു പെൺകുഞ്ഞുണ്ടായിരുന്നാൽ അവളെ കാര്യങ്ങളും ചെലവുകളെല്ലാം നോക്കുന്നത് ഞങ്ങളായിരിക്കില്ലേ? കൃതി എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെ. എനിക്ക് മാത്രമല്ല, വിശ്വേട്ടനും അങ്ങനെ തന്നെയാ. അവളെ കാര്യങ്ങൾ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, ഇനി ഒരിക്കലും ഉണ്ടാകത്തുമില്ല. കൃതി നിങ്ങൾക്ക് സ്വന്തം മകളെ പോലെയൊക്കെ ആയിരിക്കും, പക്ഷെ 2 ആൺകുട്ടികളുള്ള വീടാ. അവർക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടി അവരുടെ പെങ്ങളായിരിക്കാൻ സാധ്യത വളരെ കുറവാ. ഇപ്പോഴത്തെ കാലമാ, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. നാട്ടുകാരിനി എന്തൊക്കെയായിരിക്കും പറയുന്നുണ്ടാവുക? നാട്ടുകാരുടെ കാര്യം എന്തിനാ ഞങ്ങൾ നോക്കുന്നേ? അവരുടെ ചിലവിനല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഈ വീട്ടിൽ എന്ത് നടക്കണം നടക്കണ്ടാന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാ. പിന്നെ ചേച്ചി എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ എന്റെ മൂത്ത മകൻ അബിയെ കൊണ്ട് ഞാൻ കൃതി വിവാഹം കഴിപ്പിക്കും. രേണു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. എങ്ങനെ ഉദ്ദേശിച്ചായാലും. ആ, ഇങ്ങ് താ മോളെ, അമ്മ കൊടുക്കാം. ചായ കുടിക്കേ. ദാ വിശ്വേട്ടാ, ബ്രേക്ക്ഫാസ്റ്റും പാക്ക് ചെയ്തിട്ടുണ്ടേ. ഓ എന്റെ രേണു, ഞാനത് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കില്ലായിരുന്നോ? അത് കൊള്ളാലോ. പിന്നെ ആർക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നേ? ഓ ശരി ശരി, ഇങ്ങത്താ. ആ പിന്നെ, ഇന്നലെ ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ ഇവിടെ ലതേച്ചി വന്നായിരുന്നു. ലതയോ? ആ, കളപ്പുരയിലെ വിശ്വേട്ടൻ ഓർമ്മയില്ലേ? കളപ്പുരയിലെ ലതയോ? ആ, നമ്മുടെ രഘുവിന്റെ വൈഫോ? അവളെന്തിനാ വന്നേ? ആ, അത് തന്നെ. അവരുടെ മൂത്ത മോന്റെ മാരേജ് ഫിക്സ് ചെയ്തു, അത് വിളിക്കാൻ വന്നതാ. നമ്മുടെ അബിയുടെ കൂടെ പഠിച്ചതാ. ആ, എനിക്ക് ഓർമ്മയുണ്ട്. എന്നാ കല്യാണം? നെക്സ്റ്റ് മന്ത് 25th. ആ, ഓക്കെ ഓക്കെ. ആ പിന്നെ, ഇന്നലെ അവരോട് വന്നപ്പോ കൃതിയെ കണ്ടായിരുന്നു. കൃതിയെ കണ്ടപ്പോ തൊട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണം. ഞാൻ പറഞ്ഞപ്പോ അടുത്ത ചോദ്യം, എന്ത് വിശ്വസിച്ച് ഇവിടെ നിർത്തും? 2 ആൺകുട്ടികളുള്ളതല്ലേ, വല്ല ഹോസ്റ്റലിൽ നിർത്തിയാ പോരെ, ചെലവല്ലേ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അവസാനം എനിക്ക് സാഗട്ട് ഞാൻ പറഞ്ഞു, അബിയെ കൊണ്ട് ഞാൻ അവളെ കല്യാണം കഴിപ്പിക്കുമെന്ന്. നീ എന്തിനാ അങ്ങനെ പറയാൻ പോയേ? അല്ലാതെ പിന്നെ ആ സമയത്ത് അവരെ വാടപ്പിക്കാൻ വേറൊന്നും കിട്ടിയില്ല. ഓ ഇവള് ഇനി വേറെ ആരെയും വാടപ്പിക്കാൻ എന്റെ തമ്പുരാട്ടി ചെന്ന് ഇങ്ങനെയൊന്നും പറയല്ലേ. ഇല്ല
ഇല്ല. അപ്പോഴത്തെ ദേഷ്യത്തിന് അവരെ മുമ്പ് പിടിച്ചിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയത്. ആ അച്ഛാ ഇറങ്ങിയോ? പോവാം നമുക്ക്. ആടാ പോവാം. ആ ഇതാര്? ഗൗതമോ? ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? വരാലോ, പക്ഷേ നീ പഴയ പോലെയൊന്നല്ലല്ലോ. ഈ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. അത് പിന്നെ ഓരോരോ തിരക്കായോണ്ടല്ലേ. നിനക്കെന്താ അതിന് ഇത്ര വലിയ തിരക്ക്? അത് പിന്നെ അറിയില്ലേ, ടൈമിന് കളക്ഷൻ എടുക്കാൻ പോണ്ടേ. ഓ, ഈ മാരണ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ എന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെ പോവാൻ? ഓ, ഇവന് വട്ട. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഇവിടെ അടുത്തൊരു മ്യൂസിക് അക്കാഡമി തുടങ്ങാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓരോ തിരക്കുകളായിരുന്നു. ആഹാ, എന്നിട്ട് നീ എന്താ അതുവരെ ഞങ്ങളോട് പറയാതിരുന്നേ? അത് പിന്നെ ഇതിന്റെ ഓരോ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഓട്ടത്തിലായിരുന്നു മാമ. പിന്നെ എല്ലാക്കെ ഒന്ന് സെറ്റായി വന്നിട്ട് എല്ലാവരും അറിയിക്കാന്ന് വിചാരിച്ചു. ഓ പിന്നെ എന്ത് സെറ്റാക്കാൻ? ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നേ. മിനിറ്റിന് താൻ ഇവിടെ വരില്ലായിരുന്നോടോ? എങ്കിൽ നമ്മൾ അറിയുകയും ചെയ്തേനെ. ഹാ, അല്ലേലും നമ്മളേന്നും ആർക്കും വേണ്ടാലോ. ഇവനിത് നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? ആ അത് പറഞ്ഞപ്പോഴാ തമ്പുരാൻ എന്തേ ഇന്ന് നേരത്തെ എഴുന്നേറ്റു? ആ എന്ത് പറ്റി? ഓ എന്താന്നറിയില്ല, ഇന്ന് എനിക്കൊരു മൂടില്ല. അതെന്തു പറ്റിയടാ ചിത്തു? നിന്റെ മൂഡ് ആർക്കെങ്കിലും കൊടുത്തിട്ടാണോ ഇന്നലെ വന്നേ? രാവിലെ ഇറങ്ങിക്കോളൂ ഓരോ ചളിയായിട്ട്. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യ. കണ്ട എന്റെ ജോക്കമ്മ തുപ്പിക്കളഞ്ഞു. ഓ, ഒന്ന് നിർത്ത് രണ്ടും. രേണു, ഞങ്ങൾ ഇറങ്ങുവാ. വാ മോളെ. ആ കൃതി, ഈ വഴക്കിനിടയിൽ കൃതിയെ ഒന്ന് മൈൻഡ് ചെയ്യാൻ പോലും പറ്റിയില്ല. ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലേട്ടാ. അമ്മ ബൈ. ആടാ പോയിട്ട് വാ. ഡാ ഗൗതം, നീ ഇപ്പോഴേ പോവില്ലല്ലോ? ഇല്ല അപ്പച്ചി, ഞാൻ ഇപ്പൊ ഇറങ്ങും. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓ പിന്നെ എന്ത് പണി? നിന്നെ പോലെ ഇവിടെ വെറുതെ കുത്തിയിരിക്കല്ല ഞാൻ. എനിക്ക് കുറേ പണിയുണ്ട്. ഇങ്ങനെ ഞാൻ ശരിയാക്കും. അളിയനായി പോയി. ജിത്തു അടങ്ങടങ്ങ്. എന്താടാ ചിത്തു, വല്ലതും പറഞ്ഞായിരുന്നോ? ഏയ് ഒന്നുമില്ല. തുടങ്ങിയിട്ടുണ്ട് രണ്ടും. നോക്കിക്കോ ഇപ്പൊ. ഗൗതം പോവല്ലേ, ഞാൻ ഫുഡ് എടുക്കാം. കഴിച്ചിട്ട് പോയാ മതി. ഡണ്ടപ്പച്ചി, എടുത്തു വയ്ക്കൂ, ഞാൻ ദാ വരുന്നു. ഡാ ചിത്തു, ഇങ്ങ് വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഉണ്ട്, നീ ഇങ്ങോട്ട് വന്നേ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ആ അങ്ങനെ തന്നെ. ഇനി നീ ഇപ്പോ ആരോട് കൊട്ടിക്കൊഷിക്കാനൊന്നും നിൽക്കണ്ട. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, കേട്ടല്ലോ? ഓ, ഞാൻ ആരോടും ഒന്നും പറയാൻ പോണില്ലേ. ആ ഓക്കെ. പിന്നെ പറഞ്ഞ പോലെ നേരത്തെ അങ്ങ് എത്തിക്കോണം, താമസിക്കല്ലേ. ഈ ജിത്തുവിനോടോ? ടൈമിനോടെ കാണും. ആ ഓക്കെ. വാ കൃതി, നമുക്ക് പുറത്തേക്ക് പോവാം. അല്ല സന എന്തിയെ? അവൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി ടെസ്റ്റ് എന്തോ കൊടുക്കാനായിട്ട്. ആണോ? എങ്കിൽ നീ വാ, നമുക്ക് പുറത്തേക്കാം. ഇന്ന് നിന്റെ ഏട്ടൻ വന്നായിരുന്നല്ലോ വീട്ടില്. ആ അങ്ങോട്ട് വന്നോ? ആടി വന്നു. ഞാനും അച്ഛനും ഇറങ്ങാൻ പോയപ്പോഴത്തേക്കാ വന്നേ. എന്നിട്ട് എന്റെ ചേട്ടൻ തന്നെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. രാവിലെ എങ്ങോട്ട് പോണെന്നും പറഞ്ഞ് ഇറങ്ങിയേ. ഷേ, അങ്ങോട്ടാ വന്നിരുന്നെങ്കിൽ ഞാനും കൂടി വന്നേനെ. എങ്കിൽ നമുക്ക് ഒന്നിച്ചു വരായിരുന്നു. ആണോ? അയ്യോടാ പാവം. നീ എന്തിനാ അങ്ങോട്ട് വരുന്നത് എനിക്ക് നന്നായിട്ടറിയാം. പണ്ട് അഭിയേട്ടം ഉണ്ടായിരുന്ന സമയത്ത് ഏട്ടൻ എപ്പോഴും അങ്ങോട്ട് വരുമായിരുന്നല്ലേ? കൂടെ ഞാനും. ഓ, അങ്ങനെ വന്നല്ലേ നീ എന്റെ ജിത്തുവേട്ടനെ വളച്ചത്? ഞാനൊന്നും അല്ല, അങ്ങേരെ എന്നെയാ വളച്ചത്. ആരായാലും ഇപ്പൊ അടയ ചക്കരയാണല്ലോ. കൃതി അത് പറഞ്ഞപ്പോഴാ അഭിയേട്ടൻ ഇനി എന്നാ നാട്ടിലേക്ക് വരുന്നേ? ആ അതറിയില്ല. കുറച്ചു നാളായല്ലേ അഭിയേട്ടൻ ഇങ്ങോട്ട് വന്നിട്ട്. ബട്ട് ഞാൻ അഭിയേട്ടനെ കണ്ടിട്ട് 5 വർഷമായി. അമ്മ അച്ഛനും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോ അഭിയേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ വന്നപ്പോഴും എനിക്ക് കാണാൻ പറ്റിയില്ല. ആ ശരിയാ, കഴിഞ്ഞ വട്ടം അഭിയേട്ടൻ വന്നപ്പോഴത്തേക്ക് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലേ? എൻട്രൻസ് കോച്ചിങ്ങിന് പോയേക്കല്ലായിരുന്നോ? ഹോസ്റ്റലിലായിരുന്നു. ആ നിങ്ങൾ ഇറങ്ങിയായിരുന്നോ? വാ നമുക്ക് ക്യാനീനിൽ പോവാം. ആടി ഇതാ വരുവാ. വാ കൃതി.
ബൂം. അമ്മേ എന്റെ രേണു പേടിച്ചു പോയോ? അമ്മേ നീ എന്തൊന്നും പറയാതിരുന്നേ? അയ്യേ, എന്റെ രേണു കരയുന്നോ? പറയാണ്ട് വന്നോണ്ടല്ലേ ഇപ്പൊ സർപ്രൈസ് ആയേ. ഒന്ന് പോടാ, നിങ്ങ വന്ന് അമ്മ ശരിക്കും ഒന്ന് കാണട്ടെ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്. ദേ മുഖമൊക്കെ അങ്ങ് മാറിപ്പോയി. നീ അവിടെ ഒന്ന് കഴിക്കാറില്ലേ അബി? ഞാൻ കഴിക്കുന്നുണ്ടമ്മ. പിന്നെ ഞാൻ എപ്പോ വന്നാലും അമ്മയുടെ സ്ഥിരം ഡയലോഗ് ആണല്ലോ ഇത്. ഒന്ന് പോടാ അവിടെ നിന്ന്. ആ, വന്ന ഉടനെ അപ്പച്ചിയുടെ പരാതിപ്പെട്ട് തോന്നിട്ടുണ്ട്. അതമ്മയുടെ സ്ഥിരം പ്രതിഭാസമാണല്ലോ. അപ്പൊ നിനക്കൊക്കെ അറിയായിരുന്നല്ലേ, എന്നിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. ആരെയും അറിയിക്കേണ്ടെന്ന് ഞാനാ അവരോട് പറഞ്ഞേ. അതെന്തിനാ? നീ വരുന്ന കാര്യം പിന്നെ ഞങ്ങൾ അറിയണ്ടേ? അത് പിന്നെ സർപ്രൈസ് ആണല്ലോ നമ്മുടെ മെയിൻ. പൊയ്ക്കോണം, അവന്റെ ഒരു സർപ്രൈസ്. എന്റെ രേണു, അതൊക്കെ പോട്ടെ. അച്ഛൻ ഓഫീസിൽ പോയോ? അച്ഛൻ രാവിലെ പോയി. നിക്കേ, ഞാൻ അച്ഛനെ പോയി വിളിച്ചു പറയട്ടെ നീ വന്നൂന്ന്. അതൊക്കെ പിന്നെ പറയാമേ. എന്നാലും നീ പറയാതെ വന്നല്ലോ. അമ്മ നിനക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ മോനെ. ഓ എന്റെ അമ്മ, സമയമുണ്ടല്ലോ. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. അമ്മയും മോനും ഇരുന്ന് സംസാരിക്ക്. ഞാൻ ഇറങ്ങുവാണേ. അപ്പച്ചി, ജിത്തു, അബി, പിന്നെ വരാമേ. ശരിയളിയാ. ഏ എന്ത് ഇറങ്ങി പോടോ. ഡാ ഡാ ഡാ. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്രയൊക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ കഴിക്കാനൊന്നും പറ്റിയില്ല. അയ്യോ ആണോ? ഒരു 10 മിനിറ്റ് മോനെ, അമ്മ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി തരാമേ. നിക്കമ്മ, ഞാനും വരുന്നു. അമ്മാ, പതിവില്ലാതെ ഈ ടൈമിൽ എന്താ അറിയണ മോള് കിച്ചണില്? ആ വന്നോ താരം, വാ. ഞാൻ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കുമായിരുന്നു. നല്ല ഉണ്ണിയപ്പത്തിന് വേണം. എവിടെ? കൈ കഴുകിയിട്ട് തിന്നെന്റെ കൃതി. ഇപ്പൊ പുറത്തുനിന്ന് വന്നല്ലേ ഉള്ളൂ. അതിലൊന്നും വലിയ കാര്യമില്ല അമ്മ. ഇവിടെ മണം അടിച്ചപ്പോഴേ മനുഷ്യന് വിശപ്പ് തുടങ്ങി. ഈ പെണ്ണിന്റെ ഒരു കാര്യം. സൂപ്പർ ടേസ്റ്റ് അമ്മ. ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വരാം. എനിക്കിവിടെ വച്ചേക്കണേ. ഓടി വീഴല്ലേ എന്റെ കൃതി. നിനക്കൊക്കെ അല്ലേ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നേ. പയ്യെ വന്നാ മതി, ഇവിടെ തന്നെ കാണും. ആ ഓക്കെ ഓക്കെ. ഈ റൂം ആരാ തുറന്നേ? പോയി നോക്കിയാലോ. ഇതാരുടെ ലഗേജാ? ഇനി ജിത്തോട്ടനെയാണോ? അവനെവിടെ പോകുക? കൃതി, താനെന്താ ഇവിടെ? ഹലോ, താനെന്താ എന്റെ റൂമിലെന്ന്? അത് ഞാൻ ഈ വഴി പോയപ്പോ റൂം ഇങ്ങനെ തുറന്നു കടന്നപ്പോ? അതിന് താനെന്തിനാണ് ഇങ്ങനെ വിറയ്ക്കുന്നേ? ഒന്നുമില്ല. ക്ലാസ് കഴിഞ്ഞപ്പോ വന്നേ ഉള്ളോ? ഞാൻ വന്ന കാര്യം അമ്മ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. അതെനിക്ക് തോന്നി. അഭിയേട്ടൻ എപ്പോ വന്നു? ഞാൻ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോ എത്തിയോടോ. ഞാനെന്നാ റൂമിലോട്ട് പോട്ടെ. ആടോ, ചെല്ല്, നമുക്ക് പിന്നെ സംസാരിക്കാം. ഇതെന്താ അഭിയേട്ടൻ പറയാതെ പെട്ടെന്ന് വന്നേ? ഇനി കുറച്ചു നാൾ ഇവിടെ കാണൂ. ഞാൻ എന്തിനാ അഭിയേട്ടന്റെ മുമ്പിൽ നിന്ന് വിറച്ചേ? ആ കൃതി, അഭിയേട്ടൻ എന്ത് വിചാരിച്ചു കാണും? പുതിയ വർക്ക് എന്താ തുടങ്ങിയെന്നല്ലേ നീ പറഞ്ഞേ? പിന്നെ എങ്ങനെയാ ലീവ് കിട്ടിയേ? അത് ക്യാൻസൽ അയച്ചാ. ഇനിയിപ്പോ അത് വീണ്ടും തുടങ്ങണമെങ്കിൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ വരണം. അതിന് കുറച്ച് ടൈം എടുക്കും. അതാ ഞാൻ പെട്ടെന്ന് പോന്നെ. അതെന്ത് വെച്ചേടാ പെട്ടെന്ന് ക്യാൻസൽ ആവാൻ? അവർ ഫണ്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഞങ്ങൾ എല്ലാരും കൊടുക്കുന്നതിൽ ഡബിളാ കൊടുത്തത്. എന്നിട്ട് അവർക്ക് ഓക്കെ അല്ല. പിന്നെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. ആഹാ, അത് കൊള്ളാലോ. നിങ്ങൾ എന്തായാലും ക്യാൻസൽ ചെയ്തതന്നെ നല്ലത്. വീണ്ടും ഓഫർ ചെയ്തിരുന്നേൽ അവരത് മുതലെടുത്തേനെ. അതുകൊണ്ടൊക്കെ തന്നെയാ ഞങ്ങൾ ക്യാൻസൽ ചെയ്തത്. നിങ്ങളൊന്ന് നിർത്തിക്കേ മോനെ, നീ വെറുതെ കഴിക്ക്. ഓ മതി അമ്മ, ഇത് തന്നെ കൂടുതലാ. എന്റെ വയറൊക്കെ നിറഞ്ഞു. ചെക്ക, ഇതാണോ കൂടുതല്? മര്യാദക്ക് എടുത്ത് കഴിച്ചോ.
ഇവിടുന്ന് പോയപ്പോ നല്ല പുഷ്ടിയോടെ ഇരുന്ന ചെറുക്കനാ. ഇപ്പൊ നോക്കിയേ എല്ലും കമ്പ് കണക്കായി. എന്തായാലും കുറച്ചു നാളിവിടെ കാണുമല്ലോ, ഞാൻ പുഷ്ടിപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്തിന്? ഒന്ന് പോവുമോ? കൂടുതലൊന്നും പറയണ്ട. എന്തായാലും ഞാൻ ഇപ്പോഴൊന്നും ഞാൻ വിടാൻ പോകുന്നില്ല. നിന്നെ ഒന്ന് പഴയ പോലെ ആക്കി എടുക്കട്ടെ. ഈ അമ്മയെ കൊണ്ട് കണ്ടോ ഇത്രയും നാളും ഞാൻ ഇവിടെ ഉണ്ടായിട്ട് എന്നെ പിടിച്ചെടുത്ത് കഴിപ്പിക്കണമെന്ന് തോന്നിയിട്ടില്ല. പാർഷ്യാലിറ്റി ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കൂല. പണ്ടുള്ളവര് പറയുന്നത് എന്ത് കറക്റ്റാ. എല്ലാവർക്കും മൂത്ത മക്കളോടാ സ്നേഹം. ഒന്ന് പോടാ അവിടെന്ന്. നിന്നെ പോലെയാണോ? നീ എപ്പോഴും എന്റെ കൂടെ ഇല്ലേ? അവനാണെ വല്ലപ്പോഴും അല്ലേടാ വരുന്നുള്ളൂ. ഇനിയിപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞാ മതിയല്ലോ, എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. കൃതി, നിനക്കെന്ത് പറ്റി? സാധാരണ ജിത്തു എന്തെങ്കിലും മണ്ടത്തരങ്ങൾ ഇരുന്ന് പറയുമ്പോ അവന് മറുപടി കൊടുക്കുന്നതാണല്ലോ നീ. ഇന്നെന്ത് പറ്റി? ഒന്നുമില്ലമ്മ, ഞാൻ നിങ്ങളൊക്കെ പറയുന്ന ഇങ്ങനെ കേട്ടിരിക്കായിരുന്നു. പിള്ളേരെ ഇതാ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. എല്ലാം എടുത്ത് കഴിക്കണേ. ജിത്തു, നിന്റെ കഴിവൊക്കെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. ഇനിയും അകത്തിരിപ്പുണ്ട്. നിനക്ക് എന്തെന്തരേണോ ഇതെല്ലാം കൂടെ ഇന്നുണ്ടാക്കിയ എന്തിനാ? ഇവരിതെല്ലാം ഇന്ന് കഴിക്കുമെന്നാണോ? ഇത് വേസ്റ്റ് ആയി പോത്തേ ഉള്ളൂ. ഇത് വേസ്റ്റ് ആവത്തൊന്നുമില്ല. ഇപ്പൊ ആവശ്യമുള്ളത് കഴിക്കുക. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി. നാളെ ചൂടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. അമ്മ, ഞാൻ ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ടേ. പിന്നെ വെള്ളം ചൂടാക്കി ജഗ്ഗിലും വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ? ഇല്ലടാ, നീ ഇറങ്ങാൻ നോക്ക്. ഇനി ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അമ്മ ചെയ്തോളാം. ശരി അമ്മ. അല്ല, അച്ഛൻ എന്തേ? നിന്റെ അച്ഛൻ ഒരു ഫയൽ കണ്ടില്ല എന്ന് പറഞ്ഞ് വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. നീ ഇതെവിടെ പോകുക? ഞാൻ സിദ്ധുവിന്റെ വീട് വരെ പോയിട്ട് വരാമ്മ. ഇപ്പോഴോ? നീ എങ്കിൽ നിക്ക്, ഫുഡ് കഴിച്ചിട്ട് പോവാം. വേണ്ടമ്മ, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ഒരു ഹാഫ് ആൻ അവർ, ഞാൻ ഇപ്പൊ എത്തും. ആണോ? എങ്കിൽ പോയിട്ട് വാ. അല്ലേ നിന്നെ അബി, നീ കൃതിയും കൂടെ ഒന്ന് കൊണ്ടുപോകോ? അച്ഛൻ ഇവിടെ ഫയൽ തപ്പി കുറെ നേരമായി. ഇനി അത് താമസിക്കും. താമസിച്ചാൽ മോക്ക് കോളേജിലെത്താൻ ലേറ്റ് ആവും. നീ അവിടെ പോകുന്ന വഴിക്കല്ലേ, ഒന്ന് അവിടെ ഡ്രോപ്പ് ചെയ്തേക്ക്. ആ അമ്മ, ഞാൻ ആക്കിക്കോളാം. താനെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറയടോ. ഞാനെന്ത് പറയാനാ? അതെന്താ, തനിക്ക് എന്നോട് ചോദിക്കാനും പറയാനും ഒന്നുമില്ലേ? അത് ഇനി എന്നാ തിരിച്ചു പോണേ? താൻ കൊള്ളാലോടോ. ഞാൻ വന്നിട്ട് ഒരു ഡേ പോലും ആയില്ല. അതിനിടയ്ക്ക് എന്നെ പറഞ്ഞു വിട്ടോളാം അയ്യേ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. ഞാൻ ചുമ്മാ പറഞ്ഞതാടോ. എന്തായാലും ഒരു 2-3 മന്ത് കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. നീ ഇപ്പൊ സെക്കൻഡ് ഇയർ അല്ലേ? അതെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നല്ലോ. താനപ്പോ ഹോസ്റ്റലിലല്ലായിരുന്നോ? എൻട്രൻസ് കോച്ചിങ്ങിന്. തന്റെ സ്റ്റഡീസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. വൈകിട്ട് എങ്ങനെയാ വരുന്നേ? തന്നെ വന്ന് പിക്ക് ചെയ്യണോ? വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. എങ്കിൽ ഓക്കേടോ, ബൈ. ബൈ. പിന്നെന്താ, നാളെ വൈകിട്ട് നീ ഇറങ്ങില്ലേ അപ്പോ? ഓക്കെ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. കോപ്പേ, എന്റെ റൂമിൽ ഇരുന്ന വലിയ ബോക്സ് എവിടെ? ഏത് ബോക്സ്? എടാ, ഞാൻ എന്റെ പഴയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരുന്ന ഒരു ബോക്സ് ഇല്ലേ, ബ്രൗൺ കളർ, അതെവിടെ? അതെടുത്ത് അമ്മ മുകളിലത്തെ സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ഞാൻ എന്റെ റൂമിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനമല്ലേ. അതെ, എനിക്കെങ്ങനെ അറിയാം? അമ്മയോട് പോയി ചോദിക്കേ. നീ ഒന്ന് എണീറ്റ് വന്നേ, ആ കീ എടുത്താ എനിക്ക് അറിഞ്ഞൂടാ അത് എവിടെ ഇരിക്കുന്നെന്ന്. അമ്മയോട് പോയി ചോദിക്കേ. അതിന് അമ്മ ഇവിടെ ഇല്ലടാ, അപ്പുറത്ത് പോയേക്കുവാ. എന്ത് ശല്യാണിത്? കുറെ നേരമായല്ലോ. ഒന്ന് മനുഷ്യന് മനസമാധാനത്തോടെ സംസാരിക്കാൻ സമ്മതിക്കോ? എന്നെ ഇനി നോക്കി പേടിപ്പിക്കേണ്ട ഏട്ടാ. കൃതിയോട് പോയി ചോദിക്കേ, അവൾക്കറിയാത്ത എവിടെയാ ഇരിക്കുന്നതെന്ന്. കൃതി, എന്താ ബേട്ടാ? അതെ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. സ്റ്റോർ റൂമിന്റെ കീ എവിടെ ഇരിക്കുന്നേ? അത് ഷെൽഫിലെ കപ്പിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാ? അത് അമ്മ എന്റെ ഒരു ബോക്സ് എടുത്ത് അതിന്റെ അകത്ത് വെച്ചേക്കുവാ, അത് എടുക്കാനായിരുന്നു. ആണോ? എങ്കിൽ ഞാനും വരാം. വേണ്ടടോ, കീ എടുത്ത് തന്നാ മതി, ഞാൻ കയറി നോക്കിക്കോളാം. കുഴപ്പമില്ല, ഞാനും വരാം. എങ്കി വാ. ഇങ്ങത്താ, ഞാൻ തുറക്കാം. എന്നാ അകത്ത് മുഴുവൻ പൊടിയായിരിക്കും. ഞാൻ എടുത്തു തരാം. വേണ്ട, എവിടെ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തോളാം.
അതാ കോർണറിലെ ഷെൽഫിന്റെ മുകളിൽ ഇരിക്കുക. അഭിയേട്ടാ, ഞാൻ പോകുക. താൻ പൊയ്ക്കോ. അബി, നീ കിടന്നോ? ഏയ് ഇല്ലമ്മ, ടൈം ആയില്ലല്ലോ. ആണല്ലേ, ഞാൻ വിചാരിച്ചു നീ കിടന്നു കാണുമെന്ന്. എന്ത് പറ്റി? എന്തോ എന്നോട് പറയാനില്ലേ? അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അല്ലേ? ഒന്നുമില്ലടാ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നപ്പോ നിന്നെ ഒന്ന് കാണണോന്ന് തോന്നി. അതിന് എന്നെ കാണണമെന്ന് തോന്നാൻ അമ്മ എന്താ ആലോചിച്ചിരുന്നേ? അത് പിന്നെ നിന്റെ കൂടെ പണ്ട് പഠിച്ചിരുന്നൊരു ശരത്തില്ലേ? ഏത് ശരത്ത്? എടാ, മറ്റേ ലതേച്ചിയുടെ മോൻ, നിന്റെ കൂടെ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച ശരത്ത്. ഓ, അവൻ എന്ത് പറ്റി? അവനൊന്നും പറ്റിയില്ല. അല്ല, അവന്റെ മാരേജ് ഫിക്സ് ചെയ്തു നെക്സ്റ്റ് മന്ത് 25th. ഓ, അതാണോ? അതിനിപ്പോ എന്താ, അമ്മ പോയിട്ട് വരണം. എടാ, അതല്ല ഞാൻ പറയാൻ വന്നേ. പിന്നെന്താ? അല്ല, നിനക്കും വേണ്ടേ അതുപോലെ? നമുക്ക് എവിടെയെങ്കിലും അന്വേഷിക്കാടാ. എന്തിന്? ഒന്ന് പോമ്മ. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ അബി. ഇപ്പൊ എല്ലാരും ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെറ്റിൽ ആവാൻ നോക്കും. നിനക്കും ഇപ്പൊ ജോലിയൊക്കെ ആയില്ലേ? സോ വാട്ട്? എനിക്ക് 26 വയസ്സായിട്ടുള്ളൂ. ഇനിയും ടൈം ഉണ്ടല്ലോ. നിന്റെ കൂടെ പഠിച്ചിരുന്നവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. നീ ഇങ്ങനെ ഇരിക്കാനാണോ ഭാവം? അതിനൊക്കെ ഇനിയും ഒരുപാട് ടൈം ഉണ്ടമ്മ. ഞാൻ ഇപ്പൊ അതിനെ പറ്റിയൊന്നും ആലോചിക്കുന്നില്ല. അമ്മ പറയുന്ന ഒന്ന് കേക്കടാ. ഇപ്പൊ നടത്തത്തൊന്നുമില്ല, എന്നാലും ഒന്ന് ഉറപ്പിച്ചു വെക്കാലോ. എങ്കി നീ കെട്ടണ്ട. നീ മൂക്കില് പല്ല് മുളച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോ. ഞാൻ പോകുക. ഓയ് രേണുമോൾ, എന്താ പിണങ്ങി പോകുവാണോ? ഒന്നവിടെ നിക്ക്. നീ പോടാ കുരുത കേട്ടവനെ. മോളെ, കഴിക്കാനുള്ളതെല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഉച്ചയ്ക്കുള്ളതൊക്കെ നീ ഉണ്ടാക്കില്ലേ? അമ്മ, അത് ഞാൻ ഉണ്ടായിക്കോളാം. പിന്നെ മോളെ, അമ്മ കോഫി ഇട്ട് വെച്ചിട്ടുണ്ടേ. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അബിക്ക് എടുത്ത് കൊടുത്തേക്കണേ. നീ ഇപ്പൊ എടുത്ത് കുടിക്കണേ. അത് ഞാൻ കൊടുത്തോളാം അമ്മ. മോളെ, പിന്നെ ജിത്തുവിനുള്ളത് നീ ഉണ്ടാക്കണ്ട കേട്ടോ. അവൻ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നോളൂ. വൈകുന്നേരം ആവും എത്താൻ. അമ്മ, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തന്നെ ലേറ്റ് ആയില്ലേ? ഒരുപാട് ദൂരം പോണ്ടേ? അതാ, ഇവർക്ക് ഇവിടെ അടുത്ത് വല്ലതും വെച്ചാ പോരായിരുന്നു. ഇനി എത്ര ദൂരെ പോണം? നിന്റെ സൗകര്യത്തിന് വെക്കാൻ ഇത് നിന്റെ മോന്റെ കല്യാണം അല്ല രേണു. നീ പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. ഇനി താമസ മുഹൂർത്തത്തിന് അവിടെ എത്താൻ പറ്റില്ലേ? ഓ ശരി മോളെ, പോവാണേ. പോയിട്ടോ അമ്മ. ബൈ അച്ഛാ. ബായിടാ. എണീച്ചല്ലേ ഇതുവരെ? അബിയേട്ടാ, അബിയേട്ടാ, എണീക്ക് അബിയേട്ടാ. ദാ കോഫി. ഗുഡ് മോർണിംഗ് കൃതി. അമ്മ എവിടെ? ഗുഡ് മോർണിംഗ്. അമ്മ അച്ഛനും മാരേജിന് പോയി. ഓ, അവരിറങ്ങിയോ? രാവിലെ ഇറങ്ങി. ആണോ? ജിത്തു ഉണ്ടോ താഴെ? ഇല്ല, ജിത്തോട്ട് അങ്ങോട്ടോ പോയി. ഇനി വൈകിട്ടാകും വരാൻ. ഓക്കേടോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. താൻ താഴെ പൊയ്ക്കോ. അബിയേട്ടാ. വാ അബിയേട്ടാ, ഇരിക്ക്. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. താനും ഇരിക്കടോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. എന്താ അബിയേട്ടാ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. തനിക്ക് ഇപ്പോഴൊരു മാറ്റം ഇല്ലല്ലോ എന്ന് ആലോചിച്ചതാ. എന്ത് മാറ്റം? അല്ല, നീ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. നിനക്ക് കംഫർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒരുപാട് സംസാരിക്കും. ലൈക്ക് അച്ഛൻ, അമ്മ, ജിത്തു.
ബട്ട് ഇതുവരെ നീ എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ലല്ലോ. നീ എൻ്റെ അടുത്ത് കംഫർട്ട് അല്ല? അഭിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇത്രയും നാളും, അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാനുള്ള സ്പേസും കിട്ടിയിട്ടില്ല. അതായിരിക്കും. അതുകൊണ്ടാണോ? ആ പക്ഷെ എനിക്ക് അങ്ങനെ അല്ല തോന്നുന്നത്. താൻ പണ്ട് മുതലേ എന്നോട് ഇങ്ങനെയാണല്ലോ, ഒരു ഗ്യാപ്പ് ഇട്ടേ സംസാരിക്കാറുള്ളൂ. പക്ഷെ ജിത്തുവിനോടൊക്കെ ഭയങ്കര കമ്പനിയാ. അതെന്താണോ അങ്ങനെ? അത് പിന്നെ അഭിയേട്ടനോട് ഞാൻ സംസാരിക്കുന്നതിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാ. അതിന് ഞാൻ തന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഏയ് അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാലും അതൊക്കെ പോട്ടെ. എന്തായാലും ഞാനിപ്പോ ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് ഇനി സംസാരിക്കാം. അതോ ഇനി പഴയ പോലെ ആയിരിക്കും എന്നോട് എപ്പോഴും? ഏയ് ഇല്ല, അങ്ങനെയൊന്നും ആയിരിക്കില്ല. അപ്പോ ഓക്കെ. അല്ല, താൻ എന്തായി ഉണ്ടാക്കുന്നേ? അത് ലഞ്ചിനുള്ളതാ. ഓ, അപ്പൊ താനാണല്ലേ ഇന്നത്തെ കുക്ക്. എന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണോടോ? ഏയ് ഹെൽപ്പ് ഒന്നും വേണ്ട, ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്കിവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ, അപ്പൊ ഞാൻ കമ്പനി തരാടോ. എങ്കിലൊക്കെ. നിങ്ങൾ താഴെ ഇരിപ്പുണ്ടായിരുന്നോ? വന്നു രണ്ടാളും. പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഓ എന്താ, പോയി കണ്ടു വന്നു. നിങ്ങൾ കഴിച്ചായിരുന്നോ പിള്ളേരെ? കഴിച്ചമ്മ. ജിത്തു വന്നില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല, കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു, വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. ഇനി ഏത് നേരത്തെ കയറി വരുന്നാ എന്തോ. അവൻ എപ്പോഴേലും വരട്ടെ. അവൻ ഇപ്പോഴല്ലേ ഇങ്ങനെ നടക്കാൻ പറ്റൂ. ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സമയത്തിന് ഉറങ്ങാൻ പോലും പറ്റില്ല. അത് അഭി പറഞ്ഞ ശരിയാ. ഓ എന്തൊരു ചൂടല്ലേ. ഞാൻ കുളിച്ചിട്ട് വരട്ടെ. എടാ അബി, ഇന്ന് കല്യാണ സ്ഥലത്ത് വെച്ച് എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ കണ്ടടാ. അവൾക്കൊരു മോളുണ്ട്, നഴ്സിംഗിന് പഠിക്കുക. ഇപ്പൊ ഇനിയിപ്പോ പുറത്തോട്ടൊക്കെ പോവാൻ നിൽക്കുക. അത് നല്ലതാണല്ലോ. നഴ്സിംഗ് ഒക്കെ ആകുമ്പോ പുറത്തോട്ട് പോകുമ്പോ നല്ല സ്കോപ്പ് ഉണ്ട്. അത് മാത്രമല്ല നല്ല സാലറിയും കിട്ടും. അത് തന്നെ. അവർക്കാണേലും ഒരു ആഗ്രഹം, പുറത്ത് ജോലിയുള്ള ആരെങ്കിലും കൊണ്ട് മോളെ അങ്ങ് കല്യാണം കഴിപ്പിക്കണമെന്ന്. അതും നല്ലതാ. അതാവുമ്പോ രണ്ടുപേർക്ക് രണ്ട് സ്ഥലത്ത് നിൽക്കണ്ടല്ലോ, ഒരു സ്ഥലത്ത് നിന്ന് തന്നെ സന്തോഷത്തോടെ ജോലി ചെയ്യാം. അപ്പൊ അത് നോക്കാല്ലേ? എന്ത് നോക്കാൻ? എടാ നമുക്കതങ്ങ് ആലോചിച്ചാലോ? നല്ല കൊച്ചടാ, നല്ല സുന്ദരി മോള്, സ്വഭാവവും നല്ലതാ. എന്താ? ഞാൻ അമ്മയോട് ഒരു തവണ പറഞ്ഞതാ എനിക്കിപ്പോ മാരേജിനോടൊന്നും താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ട് വീണ്ടും വരുന്നേ? നല്ല ഫാമിലിയാടാ ബി. കൃതി, നീ എവിടെ പോകുവാ? ഞാൻ റൂമിലോട്ട് പോകുക അമ്മ. ചെല്ലേ. അബി, നീ ഇത് പറ. കൃതി, തന്റെ ചാർജർ ഒന്ന് തന്നെ. എന്റെ ചാർജർ വർക്ക് ആവുന്നില്ലടോ. ക്ലാസ്സിന് പോവാ ഇറങ്ങിയതാണോ? ഡോ, താൻ ഓക്കെ ആണോ? എന്തേലും പറ്റിയോ? ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. താൻ ഇന്നലത്തെ പോലെ അല്ല ഇപ്പോ. എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. എന്ത് പറ്റി കൃതി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. എനിക്ക് പോണം. പോവാം. അച്ഛാ. മോളെ കൃതി, അച്ഛന് നാളെ നേരത്തെ ഓഫീസിൽ പോണം. അതുകൊണ്ട് മോളെ കൊണ്ടാക്കാൻ പറ്റില്ലടാ. അത് കുഴപ്പമില്ല അച്ഛാ, ഞാൻ എങ്ങനെയും പൊക്കോളാം. ജിത്തുവിനെ നോക്കേ വേണ്ട, അബി ഉണ്ടല്ലോ, അബി കൊണ്ടാക്കിക്കോളും. അതും എനിക്കിട്ട്. അത് വേണ്ടമ്മ, ഞാൻ ബസ്സിന് പൊക്കോളാം. അതെന്തിനാ? അബി ഉണ്ടല്ലോ, അവ ആക്കിക്കോളും. അത് കുഴപ്പമില്ലമ്മ, എനിക്ക് നാളെ കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിന്റ് എടുക്കാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി ജംഗ്ഷനിൽ പോണം. ആണോ? എങ്കിൽ ബസ്സിന് പൊയ്ക്കോ. എടാ അബി, അവരിന്ന് വിളിച്ചായിരുന്നടാ നിന്റെ അഭിപ്രായം അറിയാനായിട്ട്. ഞാൻ എന്തു പറയണം? എടാ പറ, ഞാൻ എന്ത് പറയണം? നിങ്ങൾക്ക് എന്താ ഞാൻ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ലേ? എത്ര തവണ പറഞ്ഞു എനിക്കിപ്പോ മാരേജിനൊന്നും താല്പര്യമില്ലാന്ന്. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാ അത് തന്നെ പറഞ്ഞു എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്നേ? അബി, അതിന് നീ എന്തിനാ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? പിന്നെ എന്താ ഞാൻ വേണ്ടത്? ഇത് തന്നെ കേട്ടോണ്ടിരിക്കണോ? എന്നെ കൊണ്ട് പറ്റില്ല.
നീ കഴിക്കുന്നില്ലേ? എനിക്ക് മതി. അഭിയേട്ടൻ എന്തിനാ അതിന് ഇത്രയും ഷൗട്ട് ചെയ്യുന്നേ? അമ്മ കല്യാണക്കാരൻ പറഞ്ഞതല്ലേ ഉള്ളൂ. ജിത്തു, നീ നിന്റെ കാര്യം നോക്കിപ്പോ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒന്നും പറയുന്നില്ല. അബിയുടെ ഡോർ ലോക്ക് ചെയ്യുന്ന എന്തിനാ? എന്തായി കാണിക്കുന്നേ? നീ എന്തിനാ കരഞ്ഞേ? ഞാൻ ഒന്നിനും കരഞ്ഞില്ല. കള്ളം പറയേണ്ട കൃതി. രാവിലെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്തേ? അതൊന്നുമില്ല. ഒന്നുമില്ല? അത് ഞാൻ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. അതെന്റെ മുഖത്ത് നോക്കി പറ. എന്താ, നിനക്കത് പറയാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഞാൻ പറയാം. ഐ ലവ് യു. എനിക്കറിയാം കൃതി, നിനക്കും എന്നെ ഇഷ്ടമാണെന്ന്. പക്ഷെ നീ എന്തിനാ അതെന്നെ നിന്ന് മറയ്ക്കുന്നേ? ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ ഇത് എത്ര നാള് മറച്ചു വെക്കും കൃതി? എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്. എന്തൊക്കെയാ പറയുന്നേ? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? പറ, എന്നോട് പറ. നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് എന്താ? നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താ? നിനക്ക് ഞാൻ ജിത്തുവിനെ പോലെയാണോ? ഒരു ബ്രദറാണോ ഞാൻ? പറകൃതി. അബിയേട്ടാ, നമ്മൾ തന്നെ ഒരിക്കലും ചേരില്ല. അമ്മ പറഞ്ഞ ബന്ധം തന്നെ അബിയേട്ടന് നല്ലത്. അത് നീ എന്ന് തീരുമാനിച്ചാ മതിയോ? ഞാൻ ആരെ കല്യാണം കഴിക്കണം, ആരെ കൂടെ ജീവിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. അത് ഞാൻ തീരുമാനിക്കും. അല്ല, അങ്ങനെ അല്ല അബിയേട്ടാ. അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവരെന്നെ സ്വന്തം മോളെ പോലെ കാണുന്നത്. എനിക്ക് അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. ഇത് മതി. നീ പറഞ്ഞതിൽ തന്നെ ഉണ്ട് എനിക്ക് കിട്ടേണ്ട ഉത്തരം. അല്ല, എനിക്കിഷ്ടല്ല. ഇനി പറ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? നീ ഇപ്പൊ എന്തിനായി പേടിക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം കൃതി. കരയാതെടാ. ഇതറിഞ്ഞാൽ ഒരുപക്ഷെ നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് അവരായിരിക്കും. ഒരുപക്ഷെ അവരെതിർത്താലോ? ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൃതി അഭിക്കുള്ളതാ, അഭികൃതിക്കുള്ളത്. ഒന്നിനും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്നിൽ നിന്ന് പോവാനും ഞാൻ സമ്മതിക്കില്ല. ഐ ലവ് യു കൃതി. നീ ഇനി അതും ആലോചിച്ചിരിക്കാതെ രേണു. അവ ഒരു തവണ പറഞ്ഞതല്ലായിരുന്നോ മാരേജിനൊന്നും ഇപ്പൊ താല്പര്യമില്ലാന്ന്? അതറിഞ്ഞു വെച്ചിട്ട് പിന്നെ എന്തിനാ നീ വീണ്ടും പോയേ? അവന് താല്പര്യമില്ലാന്ന് വെച്ച് നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ പറ്റോ? അവന് കല്യാണം വേണ്ടാന്നല്ലല്ലോ പറഞ്ഞേ, ഇപ്പൊ വേണ്ടാന്നല്ലേ. അപ്പൊ അവന്റെ താല്പര്യം കൂടെ നമ്മൾ നോക്കണ്ടേ? എന്നാലും ഇല്ല. നീ വന്നിവിടെ കിടന്നേ, അവന്റെ മൂടും കളഞ്ഞിട്ട്. ഞാനായിട്ട് അവന്റെ സമാധാനം കളഞ്ഞല്ലേ. ഞാനെങ്കിൽ ഇപ്പൊ ഒരു സോറ് പറഞ്ഞിട്ട് വരട്ടെ. നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ പോണില്ല. കേറി കിടക്കാൻ നോക്കു നീ. അമ്മ, ഞാൻ ഇറങ്ങുവാണേ. പൈസ എടുത്തോ നീ? അതൊക്കെ എടുത്തിട്ടുണ്ട്. ആ വാ, എത്ര നേരായിട്ട് വെയിറ്റ് ചെയ്യാ? പോവാം. എവിടെ പോവാൻ? കോളേജിലേക്ക്. അല്ലാതെ ഇപ്പൊ വേറെ എവിടെ പോവാനാ? ഞാൻ ബസ്സിന് പൊയ്ക്കോളാം. ഞാൻ വരാം. എന്താ ഒരു ഞെട്ടല്? ഒന്നുമില്ല. ഞാൻ വൈകിട്ട് പിക്ക് ചെയ്യാൻ വരണോ? വേണ്ട, ഞാൻ വന്നോളാം. എന്ത് പറ്റി കൃതി? ആർ യു ഓക്കെ? കൃതി, എന്നെ നോക്കിയേ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതൊക്കെ വെറുതെ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ ഈ സൈലൻസിൽ നിന്ന് ഞാൻ എന്താ കൃതി മനസ്സിലാക്കേണ്ടേ? ഡോണ്ട് യു ട്രസ്റ്റ് മീ? അങ്ങനല്ല ബേട്ടാ. പിന്നെ എന്താ?
തന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് എന്നോട് തുറന്നു പറ. എനിക്ക് മൈൻഡ് റീഡിംഗ് ഒന്നും അറിയില്ല കൃതി. ഏയ് അതങ്ങനെയൊന്നും അല്ല അഭിയേട്ടാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല ഇതുവരെ. എനിക്ക് അഭിയേട്ടനെ കിട്ടുമെന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. അഭിയേട്ടൻ ഇന്നലെ എന്നോട് ചോദിച്ചില്ലേ എന്റെ മനസ്സിൽ അഭിയേട്ടന്റെ സ്ഥാനം എന്താണെന്ന്, എനിക്ക് അഭിയേട്ടനോടുള്ള ഫീലിങ്സ് എന്താണെന്ന്. സത്യം പറഞ്ഞ ഇന്നലെ വരെ ഞാനത് എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യ. അമ്മ പലപ്പോഴും അഭിയേട്ടന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പോലും അറിയാതെ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അഭിയേട്ടനൊന്ന് നേരിട്ട് കാണാൻ കൊതിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്തിനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കൃതി, ഇന്നലെ അഭിയേട്ടൻ അമ്മ ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരു മരവിച്ച അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. എനിക്ക് അഭിയേട്ടൻ ഒത്തിരി ഇഷ്ടമാണെന്നുള്ള കാര്യം. ഇന്നലെ അഭിയേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തുമാത്രം സന്തോഷമായെന്നറിയോ. പക്ഷെ അച്ഛനും അമ്മയും ഇതെങ്ങനെ എടുക്കാമെന്ന് എനിക്കറിയില്ല അഭിയേട്ട. അവരൊരു പക്ഷെ ഇത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തകർന്നു പോകും. കൃതി, നീ ഒരിക്കലും ഇത് ഓർത്ത് ബോധപ്പെടാവരുത്. നമ്മുടെ അച്ഛനും അമ്മയല്ലേടോ, അവർക്ക് ഉറപ്പായിട്ടും നമ്മളെ മനസ്സിലാവും, നമ്മുടെ സ്നേഹം മനസ്സിലാവും. താൻ ഓക്കെ ആവും. പിന്നെ ഐ എം ഓൾവേസ് ബി വിത്ത് യു. ഇനി താൻ ഒരിക്കലും കരയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇനി ആ കണ്ണൊക്കെ തുടച്ചേ, നന്നായിട്ടൊന്ന് ചിരിച്ചേ, ഞാൻ കാണട്ടെ. മോളെ ജിത്തു വന്നായിരുന്നോ? ആ അമ്മ വൈകുന്നേരം എത്തിയല്ലോ. ഓഹോ, അപ്പൊ വന്നുടനെ റൂമിൽ കയറി കഥ അവിടെ ചിരിപ്പുണ്ടായിരിക്കും. വന്നാലും അറിയില്ല, വന്നില്ലെങ്കിലും അറിയില്ല. എന്തൊരു ചെറുക്കനാ ഇത്. ജിത്തോട്ടൻ എന്തോ ജോലിയുടെ ആവശ്യത്തിന് പോയതല്ലേ അമ്മ? ആ എന്തോ അങ്ങനെയൊക്കെയാ പറഞ്ഞേ. ഇതിന് തന്നെയാണോ പോകുന്നതെന്ന് അവന് മാത്രമേ അറിയാവൂ. എല്ലാം ശരിയായിട്ട് എല്ലാരോടും പറയുമെന്നും പറഞ്ഞിരിക്കുക. എല്ലാം ശരിയാവും അമ്മ, ഇനിയും ടൈമുണ്ടല്ലോ. ഓ ഉണ്ട്, എല്ലാം ശരിയായാ കൊള്ളാം. എന്താണ് രണ്ടുപേരും കൂടി ചർച്ച? എന്റെ അമ്മ, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞല്ലേ, അത് വിട്. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പറയണ്ട. പക്ഷെ എന്റെ സുന്ദരിയുടെ മുഖം തക്കാളി ചുമന്ന പോലെ ചുമന്നിരിക്കുന്ന കണ്ട എനിക്ക് മനസ്സിലാവില്ലേ? ദേ, എന്നെ ഒന്ന് നോക്കിക്കേ. സോറി അമ്മ. ഒന്ന് പോടാ അവിടെന്ന്, അവന്റെ ഒരു സോറി. എന്തെങ്കിലും പോയി കഴിക്കാൻ എടുത്തോണ്ട് വന്നേ. ഇന്ന് എന്താന്നറിയില്ല, ഭയങ്കര വിശപ്പ്. ആണോടാ, നിക്കേ, ഞാൻ പോയി അച്ഛനെ കൂടെ വിളിച്ചിട്ട് വരാം, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ആ, പെട്ടെന്ന് ചെല്ലേ. എന്താ? ഏയ് ഒന്നുമില്ല, വെറുതെ. അഭിയേട്ടാ, മാറി നിക്ക്, ആരെയും കാണും. ഓ പിന്നെ ആര് കാണാനാ, അവരാരും ഇപ്പൊ ഇങ്ങോട്ട് വരില്ല. അഭിയേട്ടാ, വീട്, അമ്മ ഇപ്പൊ വരും. നീ അതിന് പേടിക്കാതെ, ഞാൻ നിന്നൊന്നും ചെയ്യുന്നില്ലല്ലോ. എനിക്ക് പേടിയൊന്നുമില്ല. ആഹാ, അപ്പൊ പേടിയില്ല. അഭിയേട്ടാ, മാറ്, വേണ്ട. എന്തിന്? എനിക്ക് പേടിയുണ്ട്, പോരെ, മാറ്. മാറണോ ഞാൻ? അഭിയേട്ടാ, അത് അഭിയേട്ടാ, അപ്പച്ചി. ആ നീയോ? കേറി വാ. ആ മോളെ, നീ ഉണ്ടായിരുന്നോ? എത്ര നാളായി കണ്ടിട്ട്? ആ അതെ, അപ്പച്ചിയെ കണ്ടിട്ടും കുറെ നാളായി. നിനക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നൂടെ കൊച്ചേ? ഞാൻ ഇവന്റെ അടുത്ത് പറയാറുണ്ട് അപ്പച്ചി, എന്നിട്ട് അവന് സമയമില്ലാന്ന് പറയുകയും ചെയ്യും, അവൻ തോന്നുമ്പോഴേക്കും ഇങ്ങോട്ട് വരികയും ചെയ്യും.
ഞാനത് എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് കേറുന്നതല്ലേ. എന്തായാലും കേറുന്നുണ്ടല്ലോ. ഓ മതി മതി, ഇനി രണ്ടും കൂടെ ഇവിടെ കിടന്ന് തല്ലുണ്ടാക്കണ്ട. എന്തായാലും അവൻ അവസാനം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നില്ലേ. ആ അത് തന്നെ. ദേ മിണ്ടരുത്, ഇന്ന് തന്നെ ഞാനാ വലിച്ചെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നെ, എവിടെയും പോവാൻ സമ്മതിക്കാതെ. ആ ആരൊക്കെയായത്? എന്ത് പറ്റി ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങാൻ? വാവ്, എന്താ ഒരു അഭിനയം. ഞങ്ങള് ചുമ്മാന്ന് ഇറങ്ങിയതാ. അബി എവിടെടാ? ആ അവ അവന്റെ റൂമിൽ കാണും. ആ ബെസ്റ്റ്, നല്ല ആളിനോടാ ഗൗതം നീ ചോദിച്ചത്. നീ എന്റെ മോനെ എങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാതെ. ഒരു ബിസിനസ് മാഗ്നറ്റ് ആണ് എന്റെ കുഞ്ഞ്. ദിവസവും ഒരു 5-6 മുട്ട കൊണ്ടുപോയി അടയിരുന്ന് വിരിയിക്കും. നോട്ട് ദ പോയിന്റ്, ഫോൺ കയ്യിൽ വേണം, റൂമും അടച്ചിരിക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ പിറകെ നോക്കി അറിയാം, ഒരു കോഴി ഫാം തന്നെ ഉണ്ട് അവ അടയിരുന്ന് വിരിയിച്ച കുഞ്ഞുങ്ങളെ വെച്ച്. അതുകൊണ്ട് നീ അവനെങ്ങനെ വെറുതെ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ ഗൗതം, അല്ലേ മോനെ ജിത്തു? പുല്ല്, ഞാൻ എന്തിനിപ്പോ ഇങ്ങോട്ട് ഇറങ്ങി വന്നു? കൃതി എവിടെ അപ്പച്ചി? അവൾ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു മോളെ, ഇപ്പൊ റൂമിലേക്ക് പോയി. ആണോ? എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ മോളെ. ഹലോ, എവിടേക്കായി തുള്ളി തുള്ളി പോകുന്നേ? എന്താ ചെവി കേട്ടൂടെ? ഞാൻ താഴെ വെച്ച് പറഞ്ഞായിരുന്നല്ലോ കൃതിയെ കാണാൻ പോവാണെന്ന്. ഓഹോ, അപ്പൊ നീ എന്നെ കാണാൻ വന്നതല്ലല്ലേ? ഏയ് ഒട്ടുമല്ല. ആണോ? ഞാൻ വിചാരിച്ചു ഇന്നലെ കോള് വിളിച്ചപ്പോ എന്തോ തരാന്ന് പറഞ്ഞായിരുന്നു, അത് തരാൻ വന്നതാണെന്ന്. എന്ത്? ഞാനൊന്നും പറഞ്ഞില്ല. നീ പറഞ്ഞില്ലല്ലേ? സാരമില്ല, ഞാൻ എടുത്തോളാം. എന്താടാ ഇവിടെ രണ്ടും കൂടി? ഏയ് ഒന്നുമില്ല. മഹാറാണി കുറെ നാളായാലും ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോ കൃതിയുടെ മുറി പഴയത് തന്നെയാണോന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചതാ. എന്തോന്ന്? ഏയ് ഒന്നുമില്ല ചേട്ടാ, ഞങ്ങൾ കൃതിയുടെ മുറിയിലേക്ക് പോവായിരുന്നു. വാങ്ങി. ആ ഞാൻ കാണുന്നത് തന്നെയാണോ ഗൈസ് നിങ്ങളും കാണുന്നത്? നോ ഡൗട്ട് ജിത്തു, നീ കാണുന്നത് തന്നെയാ ഞാനും കാണുന്നത്. എന്നാലും ഇതൊക്കെ എപ്പോ, എങ്ങനെ? എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ കാണിച്ചു തരാം. അങ്ങോട്ട് മാറി നിൽക്കേ, ആനക്കാരത്തിനിടയ്ക്ക് അവന്റെ ചേനക്കാര്. ഏയ് വെറുതെ വെറുതെ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട്. അടയിരിപ്പ് വീരന്റെ കാണിക്കല് ഞാൻ നേരത്തെ ഒന്ന് കണ്ടായിരുന്നു. ശരിക്കും? ആ കണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളല്ലേ വിഷയം, നിങ്ങളെ ഞാൻ പിന്നെ എടുത്തോളാം. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നേ. കഴിഞ്ഞോ? എടാ ചേട്ടൻ തണ്ടി, ഇതൊക്കെ എപ്പോ? എന്നാലും എന്റെ കൃതി എന്നോടൊരു വാക്ക്. നീ ഒന്നും മിണ്ടാതിരുന്നേ, ആദ്യം അവർക്ക് എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. ഇനി പറയാനോ ഒന്നുമില്ല, കേൾക്കാനോ ഒന്നുമില്ല, ചെയ്യാനേ ഉള്ളൂ. എടാ പുല്ലേ, നീ എന്താടാ എന്നോട് ഇത് പറയാത്തെ? സാധാരണ എല്ലാ കാര്യങ്ങളും അപ്പൊ ഫോൺ വിളിച്ച് പറയുന്നതാണല്ലോ, പിന്നെ എന്താ ഇത് മാത്രം മറച്ചു വെച്ചു? എടാ അത് പിന്നെ എല്ലാത്തിനും ഒരു സമയമില്ലേ? എന്ത് സമയം? ദേ ചേട്ടനായി പോയി, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പാവം എന്റെ കുഞ്ഞി പെങ്ങൾ, നീ പെട്ടുപോയല്ലോ പെങ്ങളെ. ഡേയ് ചളവാക്കാതൊന്നും മിണ്ടാതിരിക്കാമോ? ഓക്കെ. ഇനി പറ, എന്ന്, എപ്പോ, എവിടെ വെച്ച്, എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ട് പോരട്ടെ. എടാ ചേട്ടൻ തണ്ടി, അപ്പൊ കൊറേ നാളായല്ലേ ഇതൊക്കെ തുടങ്ങിയിട്ട്. ഇപ്പൊ നമ്മൾ കേറി വന്ന് കയ്യോടെ പൊക്കിയത് കൊണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഞങ്ങളെ മറച്ചു വെച്ചാനെ. മോനെ ജിത്തു, നീ കൂടുതൽ അഭിനയിക്കല്ലേ. നിന്റെ അവളുടെയും കാര്യം നീ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. അത് പിന്നെ നിങ്ങൾക്ക് എല്ലാം നേരത്തെ അറിയാമായിരുന്നല്ലേ? പിന്നെ നിങ്ങളെന്താ വിചാരിച്ചേ? അവന്റെ അവളുടെ ഒരു അഭിനയം, നിന്റെ ഒരു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഏയ് വേണ്ട, ഞാൻ ഊഹിച്ചെടുത്തോളാം. അതാവും നിനക്ക് നല്ലത്. നമ്മൾ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറുന്നു. ആദ്യം ഇത്, പിന്നെ പോരെ നമുക്കിത് അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ പറയണ്ടേ? ഏത്? ഏയ് ഇപ്പോ വേണ്ട. അതെന്താ? വേണ്ട ജിത്തു ഏട്ടാ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാ മതി. ഇപ്പൊ പറയണ്ടെങ്കി ഓക്കെ. എല്ലാരും പോയിക്കേ, ഇനി എനിക്ക് എന്റെ കൂട്ടുകാരിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താടി? അതാ, നിനക്ക് എന്താ ചോദിക്കണ്ടേ? അതൊക്കെ ഉണ്ട്. പോയേ ഞങ്ങൾ അങ്ങ് വന്നേക്കാം.
നിങ്ങൾ എന്തോന്നാ കാണിക്ക്. അബി വാ, അവളെ മോന്തയ്ക്ക് നോക്കിക്കൊണ്ട് നിൽക്കാതെ. അമ്മ ആ വന്നോ എന്റെ സുന്ദരി. അമ്മ എന്താ പതിവില്ലാതെ ഇങ്ങനെ പുറത്തിരുന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നേ? നീയും കൂടെ പോയാൽ ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഓരോന്നിങ്ങനെ ആലോചിച്ചിരുന്നതാ. ഇതിനും മാത്രം ആലോചിക്കാൻ എന്താ ഈ കുഞ്ഞി തലയില്? ഒന്ന് പോടി. അല്ല, ജിത്തോട്ടനോ അബിയേട്ടനോടെ? അബി എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയി. ജിത്തുവിനെ പിന്നെ നോക്കണ്ടല്ലോ, ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിൽ കാണും. ആ അമ്മ, അമ്മയ്ക്ക് എന്തോ പറ്റി? എന്താ പ്രശ്നം? എന്തിനാ ഇങ്ങനെ ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? ഒന്നുമില്ല മോളെ, ഞാനിങ്ങനെ അബിയെ പറ്റി ആലോചിച്ചിരിക്കായിരുന്നു. അവന്റെ ലീവ് ഏകദേശം തീരാറായല്ലോ. ഇനി കൂടിപ്പോയാൽ 1 മാസം കാണും. അതിനു മുമ്പ് അവന്റെ മാരേജ് ഒന്ന് നടത്തി വെക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. മാരേജ് ഇല്ലെങ്കിലും എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കായിരുന്നു. ഇനി അവൻ ഇപ്പൊ പോയാൽ എന്ന് വരാനാ? പക്ഷെ അവൻ ഒരു വിധത്തിൽ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? കൃതി, നീയും കൂടെ അവനോടൊന്ന് പറയോ? ഞാൻ ഇനി പറഞ്ഞാൽ അവൻ എന്നെ തിന്നും. അമ്മ, അത് ഞാൻ എങ്ങനെയാ അബിയേട്ടനോട് പറയുന്നേ? ഒന്ന് പറഞ്ഞു നോക്കടാ, ചെലപ്പോ നീ പറയുന്നത് അവന് മനസ്സിലായാലോ. എന്താ മോളെ നീ ആലോചിക്കുന്നേ? അത് പിന്നെ അമ്മ, എനിക്ക് നിനക്ക് ഒന്നുമില്ലമ്മ. ഞാൻ അബിയേട്ടനോട് സംസാരിക്കാം. ആ മോളെ വാ, അമ്മ ചായ ഉണ്ടാക്കി തരാം. ആ, ഞാൻ എന്താ വരുന്നു അമ്മ. അമ്മ അങ്ങോട്ട് ചെന്നോ. എങ്കിൽ നീ ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ, ഞാൻ ചായ ഇട്ട് വെക്കാം. ആ എന്ത് പറ്റി? വന്നപ്പോഴത്തോട് ഞാൻ ശ്രദ്ധിച്ചതാണല്ലോ മുഖത്തൊരു മാറ്റം. ആകെ വിഷമിച്ച്. ഒന്നുമില്ല അബിയേട്ടാ. ദേ, എന്നോട് കള്ളം പറയണ്ട. എന്ത് ചോദിച്ചാലും ഒന്നുമില്ല. അങ്ങോട്ട് പറഞ്ഞേ, എന്താ പ്രശ്നം? അത് പിന്നെ അമ്മ 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 വൈകിട്ട് കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? ഓ അതാണോ? അതെപ്പോഴും ഉള്ളതല്ലേ. ഇപ്പൊ എന്താ അതിനൊരു പ്രശ്നം? അങ്ങനെ അല്ല അബിയേട്ടാ, അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇന്ന് അമ്മ എന്നോട് അത് സംസാരിച്ചപ്പോ എനിക്ക് നന്നായി മനസ്സിലായി. അതിന് ഞാനിപ്പോ എന്ത് വേണോന്നാ നീ പറയുന്നേ? എനിക്കറിയില്ല അബിയേട്ടാ, അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അമ്മ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ കാണുന്നേ. എനിക്ക് അമ്മയുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. നീ ഒന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. എന്താ മോനെ? ആ കൃതിയുണ്ടോ? അതമ്മ, എനിക്കല്ല, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. നീ എന്തിനാണോ അതിനിത്ര ബിൽഡപ്പ് ഇടുന്ന? കാര്യം പറ. അത് എനിക്ക് കൃതി ഇഷ്ടാണ്. കൃതിക്ക് എന്നെ. അബി, നീ എന്തായി പറയുന്നേ? കൃതിയോ? ഹാ, അമ്മ ഇനി എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിക്കണ്ട. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃതിയെ മാത്രമായിരിക്കും. അബി മോളെ, ഇവൻ പറഞ്ഞ നേരാണോ? അച്ഛാ, അത് പിന്നെ സത്യമാണോ അല്ലയോ? അതെ, അബിയേട്ടൻ പറഞ്ഞ സത്യം. ഗൗരി, നീ അതെടുത്ത് വെച്ചായിരുന്നോ? ആ അമ്മ, അതെടുത്ത് വെച്ചു. വേറൊന്നുമില്ലല്ലോ. ഇല്ലെന്ന് തോന്നുന്നു. നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ആ ശരി അമ്മ. കടലലമോനം കാൽ തൊട്ട് ഉരസി കടലുള്ള പോലടി കടൽ മണ്ണ പോലും കാലോട് ഒട്ടി കര താണ്ടും വരതായിരു പേരടി നടുവിനിലോ തെരുവിനിൽ വിധവയിലിൽ ഇത് വെളിച്ചത്തിൽ മഴ വരുമെന തരുമെന കണ്ടത്തിൽ നിന്നെ നീ അമത്തിടും വീട്ടുകൊള്ളുള്ള പൂച്ചെടികളിൽ പൂക്കളെ വെള്ള സുരുൾ മുടിയുടെ നീരുമകൻകളെ ഇதை வழங்கிட இவை நிறந்தின அனைவரும் அழகிய சுய படங்களை எடுக்கவே